സ്വർണം കട്ടവരാരപ്പ സഖാക്കളാണേ അയ്യപ്പ എന്ന പാരഡി ഗാനം പാടി അധികാരം പിടിച്ച് ജനങ്ങളെ പറ്റിച്ച വി.ഡി. സതീശൻ താനൊരു കള്ളനാണയമാണോ എന്ന് ജനങ്ങളോട് വിളിച്ചു ചോദിച്ചിരിക്കുകയാണിപ്പോൾ. തനിക്ക് ജനങ്ങളോടോ അയ്യപ്പനോടോ യാതൊരു ബാധ്യതയും ഇല്ലെന്നാണ് ദേവസ്വം വകുപ്പിന്റെ സ്പെഷ്യൽ ഗവൺമെന്റ് പ്ലീഡർ കെ.വി. പ്രദീപിനെ നിയമിച്ചതുവഴി സമ്മതിദായകരെ ബോധിപ്പിച്ചിരിക്കുന്നത്. ദേവസ്വം മന്ത്രി മുരളീധരൻ ആദ്യമേ തന്നെ കൈയൊഴിഞ്ഞു. തനിക്ക് ഈ രക്തത്തിൽ പങ്കില്ലെന്ന് പച്ച മലയാളത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്നു. മാത്രമല്ല, താനല്ല മുഖ്യമന്ത്രി നേരിട്ടാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തത്. തുടർന്നാണ് പ്രദീപിനോട് രാജിവെക്കാൻ മുഖ്യമന്ത്രി ആവശ്യപ്പെടുന്നത്. പ്രദീപിനെ കൊണ്ട് രാജിവെപ്പിച്ചുകൊണ്ട് മാത്രം മുഖ്യമന്ത്രിയുടെ പങ്ക് അവസാനിക്കുന്നില്ല. പ്രദീപ് ആ സ്ഥാനത്തേക്ക് വരുവാനുണ്ടായ സാഹചര്യം, അതിനുള്ള കാരണങ്ങൾ, അത് വിശദമായ അന്വേഷണത്തിന് വിധേയമാക്കേണ്ടതാണ്. മുഖ്യമന്ത്രിയും പ്രദീപുമായുള്ള ബന്ധത്തിന്റെ ഇടനിലക്കാരൻ ആരാണെന്ന് അന്വേഷിച്ചാൽ കാര്യങ്ങൾക്ക് ഒരു വ്യക്തത വരും. പ്രദീപ് നിയമിതനാവുക മാത്രമല്ല, ചാർജ് എടുക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ടാണ് രാജി ആവശ്യപ്പെടേണ്ടി വന്നത്. നിയമനം മാത്രമായിരുന്നുവെങ്കിൽ അത് റദ്ദാക്കിയാൽ മതിയായിരുന്നു. ഇവിടെ വ്യക്തമാകുന്ന ഒരു കാര്യം, പ്രദീപിന് ആവശ്യമുള്ള ഫയലുകൾ അത് കരസ്ഥമാക്കാൻ അവസരം ഉണ്ടാക്കി കൊടുക്കുകയാണ് ഇതിന്റെ പിന്നാമ്പുറ ശക്തികൾ ചെയ്തത്. ഇടതുമുന്നണിയെ മാറ്റി UDF-നെ തെരഞ്ഞെടുക്കുമ്പോൾ ജനങ്ങൾക്കും പ്രത്യേകിച്ച് UDF അംഗങ്ങൾക്കും, അതിലും പ്രത്യേകിച്ച് കോൺഗ്രസ് പാർട്ടിയിലെ സാധാരണക്കാർക്കും ഒരു വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു. എന്നാൽ ആ പ്രതീക്ഷയുടെ എല്ലാം കടയ്ക്കൽ കത്തിവെക്കുന്ന രീതിയിലാണ് സതീശനും കൂട്ടരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. സതീശന്റെ ബിനാമി എന്ന് നാട്ടുകാർ പൊതുവെ വിളിക്കുന്ന ഒരു പറവൂരുകാരൻ കൊടുക്കുന്ന ലിസ്റ്റ് അനുസരിച്ചാണ് GP-മാരെ നിശ്ചയിച്ചിരിക്കുന്നതെന്ന ആക്ഷേപം പുറത്തു വന്നിട്ട് കുറച്ച് ദിവസങ്ങളായി. GP-മാരാകാൻ വേണ്ടി ഊഴം കാത്തിരിക്കുന്ന ഒരു കൂട്ടം അഭിഭാഷകർ പാർട്ടി ഭേദമന്യേ പറവൂരുള്ള ഈ ദല്ലാളിന്റെ വീട്ടിലേക്ക് ചാക്കുകെട്ടുകളുമായി വച്ചുപിടിച്ചുവെന്നാണ് കരക്കമ്പി. ഓരോരുത്തരിൽ നിന്ന് നിശ്ചിത ചാക്കുകെട്ട് ഇറക്കി വെച്ച് GP-മാരെ നിശ്ചയിച്ചപ്പോൾ ഇത്തരത്തിലുള്ള വൈതിരണികൾ ഒന്നും പ്രതീക്ഷിച്ചിരുന്നില്ല. പാർട്ടിക്ക് വേണ്ടി പണിയെടുത്ത കോൺഗ്രസ്സുകാർക്ക് പണം കൊടുത്ത് സ്ഥാനം നേടാൻ ഒരു മടിയുണ്ട്. മടിയല്ല, ശരിക്കും ലജ്ജയാണ്. അതുകൊണ്ട് പ്രതീക്ഷ നഷ്ടപ്പെട്ട ഒരുപാട് കോൺഗ്രസ്സുകാർ ഇപ്പോഴും തേരാപ്പാര ലാലാല പാടി നടക്കുന്നുണ്ട്. അത് മുഖ്യമന്ത്രി അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. മുന്നണി അധികാരത്തിൽ വരാനും കോൺഗ്രസ് മുഖ്യമന്ത്രി അധികാരത്തിലേറുന്നത് കാണാനും കാത്തിരുന്ന സാധാരണക്കാരായ കോൺഗ്രസ്സുകാർക്ക് യാതൊരു നീതിയും ലഭിക്കാത്ത രീതിയിലാണ് ഇന്നത്തെ സർക്കാരിന്റെ പോക്ക്. കയ്യിൽ പണമുള്ളവന് മാത്രമേ അധികാര സ്ഥാനത്തിനടുത്തിരിക്കാൻ സാധിക്കൂ എന്ന സന്ദേശമാണ് ഇതിൽ നിന്നും ലഭിക്കുന്നത്. ഇതിലേറ്റവും സങ്കടകരമായ കാര്യം, പാർട്ടിക്ക് വേണ്ടി കയ്യും മെയ്യും മറന്ന് പണിയെടുത്ത ചില അഭിഭാഷകരെ ഇപ്പോൾ ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് ചില MLA-മാരും മന്ത്രിമാരും നടത്തിക്കുന്ന കാഴ്ചകളും കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് തിരുവനന്തപുരത്ത് കാണാൻ സാധിച്ചു. താങ്കളുടെ പേര് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ എന്ന് ഓരോരുത്തരെയും ബോധിപ്പിച്ച് പറഞ്ഞു പറ്റിക്കുകയാണ് ഇവരുടെ പ്രധാന ഹോബി. സാധിക്കില്ലെങ്കിൽ സാധിക്കില്ലെന്ന് പറഞ്ഞാൽ പോരെ, എന്തിനാണ് വെറുതെ മോഹം നൽകി കയ്യിലെ കാശ് മുടക്കിച്ച് അവരെ തെക്ക് വടക്ക് നടത്തുന്നത്? പറഞ്ഞു കേൾക്കുന്നത് പറവൂരിലെ ദല്ലാൾ നേതാവ് ഒരു GP പോസ്റ്റിന് 15 ലക്ഷത്തിന്റെ ചാക്കുകെട്ടാണ് ഇറക്കി വെക്കുന്നതെന്നാണ്. അടിസ്ഥാന വില നിശ്ചയിച്ചിരിക്കുന്നത് അതാണത്രേ. മാത്രമല്ല, ആളെ കൊണ്ട് ചെല്ലുന്നവർക്ക് ചാക്കിന്റെ കനമനുസരിച്ച് ആവശ്യമുള്ളത് കൂട്ടി വാങ്ങാം. അങ്ങനെ മുഖം നോക്കാതെ നടപടി സ്വീകരിച്ചു കൊണ്ടിരുന്ന ദല്ലാൾ നേതാവിന് പറ്റിയ അമളിയാണ് ദേവസ്വം ബോർഡിന്റെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി പ്രദീപിനെ തീരുമാനിക്കാൻ ഇടയാക്കിയത്. നോട്ട് എണ്ണിക്കൊണ്ടിരിക്കുന്ന തിരക്കിൽ മഹാത്മാഗാന്ധിയുടെ മുഖത്ത് നിന്ന് കണ്ണു പറിക്കാൻ സമയം കിട്ടാഞ്ഞത് കൊണ്ട് പ്രദീപിന്റെ മുഖത്തേക്ക് ഒന്ന് നോക്കാനോ പ്രദീപിനെ പറ്റി ഒന്ന് അന്വേഷിക്കാനോ സമയം കിട്ടിയില്ല. നോട്ടെണ്ണുന്ന മെഷീൻ വാങ്ങാനുള്ള തിരക്കിലാണ് ഇപ്പോൾ ഈ ദല്ലാൾ നേതാവ്. ഇതുപോലെയുള്ള അവതാരങ്ങളെ മാറ്റി നിർത്തിയില്ലെങ്കിൽ വി.ഡി. സതീശൻ ഇനിയും അപകടത്തിൽപ്പെടും. അടിയൊന്നുമായിട്ടില്ല, വടിവെട്ടാൻ പോയിട്ടേ ഉള്ളൂ. കാശ് മേടിച്ച് GP-മാരെ നിശ്ചയിക്കുന്ന കൂട്ടത്തിൽ പാർട്ടിക്ക് വേണ്ടി കയ്യും മെയ്യും മറന്ന് ജീവൻ കളഞ്ഞ് പണിയെടുത്ത കുറച്ചുപേരെയെങ്കിലും സഹായിക്കണം. ഇല്ലെങ്കിൽ അതൊരു നന്ദികേടാണ്.